ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഴമീൻ കറി എങ്ങനെ കറി വെച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല പെടയ്ക്കുന്ന മീനായിരുന്നു. അപ്പോൾ അത് ഞാൻ വെട്ടി തേച്ച് കഴി കല്ലേലിട്ട് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് തരത്തിലെ മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കാശ്മീരി ചില്ലിയും പിന്നെ ഇത് നമ്മുടെ സാധാ മുളകുമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് കണ്ട. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് പുഴമീൻ കറി വെക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് പിരിയ മുളക് ഇട്ട് കൊടുക്കാം, അതായത് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിരിയമുളക് ഉപയോഗിക്കുന്നത് കളറിന് വേണ്ടിയിട്ടും നമ്മൾ മറ്റേ വറ്റൽമുളക് ഉപയോഗിക്കുന്നത് ടേസ്റ്റും അതുപോലെ തന്നെ എരിവിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരച്ചാൽ നമുക്ക് നല്ല രുചിയായിരിക്കും. കാശ്മീരി മുളകിന് കളർ മാത്രമേ ഉള്ളൂ, ടേസ്റ്റ് കുറവാണ്. അപ്പം രണ്ടും കൂടെ ചേർത്ത് അടിച്ചാൽ നമുക്ക് നല്ലൊരു രുചിയായിരിക്കും കറിക്ക്. അപ്പം ഞാൻ പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ചുമന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞതും കൂടാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം അതേ ഞാൻ മൺചട്ടിയിലാണ് കറി വയ്ക്കാൻ പോകുന്നത്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ മീൻകറി വെക്കുന്ന ചട്ടിയിലാണ്. ഞാൻ കൂടുതലും കറികൾ വെക്കുന്ന ചട്ടിയിൽ തന്നെയാണ്, മൺചട്ടി തന്നെയാണ് വെക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. എവിടെ ചട്ടിക്കാരനെ കണ്ടാലും ചട്ടി വാങ്ങിക്കും. ചട്ടിക്കാരനെ വിടില്ല. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചം വേണം, എത്ര മതിയോ? അതൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കണം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വെള്ളമെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ ഞാൻ പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് കൈ കൊണ്ടിടുന്നതാണ് അളവ്. ഇതിപ്പോൾ നമ്മൾ ഉപ്പും പുളിയും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇത് നമുക്ക് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ച അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം.
എല്ലാ മീൻ ഇതിനകത്ത് പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് മീൻ എടുത്തിട്ട് വറുക്കാനും ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻകറി അവിടെ തിളച്ച് വരട്ടെ. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ മീൻകറി വെക്കാൻ പഠിച്ചതെന്നൊക്കെ, കറി ഐറ്റംസൊക്കെ വെക്കാൻ പഠിച്ചതെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് മീൻകറി ഒന്നും വെക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. കാരണം എൻ്റെ നാട് കൊല്ലം ജില്ലയാണ്. അപ്പം അവിടെ ഉള്ള ആൾക്കാരൊന്നും പിള്ളേരെ കൊണ്ട് ഇങ്ങനെ വീട്ടുപണി എടുപ്പിക്കുകയോ കറി അടുക്കളയിൽ കയറ്റി പാചകം ചെയ്യിക്കുക അങ്ങനെയൊന്നും ചെയ്യിക്കാറില്ല. അതേസമയം നമ്മുടെ എന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്കാണ് കെട്ടിച്ചുകൊണ്ട് വന്നത്. അപ്പം ഈ നാട്ടിൽ അങ്ങനെയല്ല. ഈ നാട്ടിൽ പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കും, അടുക്കളയിലെ പണികളൊക്കെ എടുപ്പിക്കും. ഞങ്ങളുടെ അമ്മേനെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അന്നൊന്നും മീൻ കറി വെക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മായിയമ്മ നന്നായിട്ട് പാചകം ചെയ്യും. അപ്പം പുള്ളിക്കാരിയാണ് എന്നെ ഈ കറികളൊക്കെ വെക്കാൻ പഠിപ്പിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ട് കറി വെക്കാൻ പഠിച്ചത് ഞാൻ ഈ നാട്ടിൽ വന്നിട്ടാണ്. അപ്പം ഇതുപോലെ പല ഈ പുഴമീൻ തന്നെ ഇങ്ങനെയും വെക്കും, ഇല്ലാതെ വേറെ 1-2 രീതിയിലും വെക്കും. അപ്പം ഇതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ചെയ്യും. അപ്പം ഇത് നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അപ്പം അതാണ് എനിക്ക് ഈ മീൻകറി വെക്കാനായിട്ട് നന്നായിട്ട് അറിയാവുന്നത്. മീൻകറി മാത്രമല്ല, എല്ലാ കറികളും നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ അറിയാം. കാരണം ഇപ്പം ഇവിടെ ഉള്ളവരൊക്കെ പറയും, ഇവിടെ നമ്മുടെ വീട്ടിലുള്ളവർ പറയും കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ലെന്ന് പറയും. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കുമ്പോൾ കറി നല്ല രുചിയാണെന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോറ്, ഇവിടെ 2 പേര് ചോറുണ്ടോ, ഹസ്ബൻഡ് കൊണ്ടുപോകും, മോനും ചോറുണ്ടോ. അപ്പം ഹസ്ബൻഡ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോഴും അവിടെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം ഞാൻ അവർക്കും ഇതുപോലെ കറിയൊക്കെ കൊടുത്തു വിടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മോൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പം കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ അയാളുടെ ഓഫീസിലും ഇതുപോലെ പറഞ്ഞു തുടങ്ങി നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം ഞാൻ വിചാരിച്ചിരിക്കും ഒരു ദിവസം ഇനി അവർക്ക് കറി വെച്ച് കൊടുത്തു വിടണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് മീൻകറി വെക്കാൻ പഠിച്ചത്. അപ്പം നല്ല ടേസ്റ്റാട്ടാ. അത് പുറത്തുനിന്ന് ഒരാൾ വന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മളോട് പറയുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിലും മീൻകറി ഇങ്ങനെയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഓരോരുത്തർ പല രീതികളിൽ വെക്കാറുണ്ട്. പുഴമീൻ പക്ഷേ ഈ ഒരു രീതിയിൽ വെക്കുന്നതാണ് നല്ല ടേസ്റ്റ്. പൊടിമീനായതുകൊണ്ട് കേട്ടോ. അല്ലാതെ വലിയ മീൻ കുറച്ചും കൂടെ വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് മുളക് വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിനകത്ത് പാൽ പിഴിഞ്ഞ് വയ്ക്കുന്നത് നല്ല രുചിയാണ്. അപ്പം പല രീതിയിൽ ഞാൻ വെക്കാറുണ്ട്. അപ്പം അതാണ് നമ്മുടെ മീൻകറിയുടെ കഥ. നമ്മുടെ ഈ കറി കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കറിയുടെ ടേസ്റ്റും ഒക്കെ നമുക്ക് ആ ഒരു കറി തിളയ്ക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ മണം, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കറിയുടെ രുചി അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ആരെങ്കിലും ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സമയത്ത് നമ്മൾ കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പിന്നെ ഉപ്പ് പോരാങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ എൻ്റെ കറിക്ക് ഇച്ചിരി ഉപ്പ് പോരായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മുടെ കറി അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം നമുക്ക് ഈ ചട്ടിയിൽ നല്ല ചൂടായിരിക്കും. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കാനുള്ള ചൂട് ഈ ചട്ടിയിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നോക്കിയിട്ട് വേണം. ഒരു 5 മിനിറ്റ് മുന്നേ നമുക്ക് ഈ കറി അങ്ങ് ഓഫ് ചെയ്യണം. ഞാനത് ഓഫ് ചെയ്യുവാണേ. കണ്ടോ, ഇനി ഇതൊരു 5 മിനിറ്റ് തിളച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ മേലെ കൂടെ. ഞാനിപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ അങ്ങനെ അത്ര പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു രുചി ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള പുഴമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയിപ്പോൾ ഈ നമ്മുടെ ഈ കറിയിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും.
അപ്പം നമ്മൾ എപ്പം മീൻകറി വെച്ചാലും വെച്ചതിന് ശേഷം കുറച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ മീൻകറി എടുക്കേണ്ടത്. അപ്പോഴാണ് ആ മീനിനകത്ത് ആ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല രുചിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളു.